ഇവിടുത്തെ ബിരിയാണി നല്ലതാണെന്ന് പറയുന്നത് ശരിയാണോ? ഓ നല്ല സൂപ്പർ ബിരിയാണിയാ. ജോസ് സാറിന്റെ മോള്? അല്ല, സാറ് താമസം മാറിപ്പോയി. അയ്യോ, എന്റെ അയൽക്കാര് താമസം മാറിപ്പോയേ. ഇനി എന്റെ അമ്മ ഉണ്ടാക്കി നല്ല മലബാർ സ്റ്റൈലും കൊല്ലം ബിരിയാണി ഞാൻ ആർക്ക് കൊടുക്കും? നല്ല മണമല്ലേ നമുക്ക് വേണോ? പിന്നെ ഞങ്ങൾ അയൽക്കാരൊക്കെ ഭയങ്കര സ്നേഹം കേട്ടോ. AK ഫാമിലി റെസ്റ്റോറന്റ് 130 രൂപ. ഓ, അമ്മയുടെ കടയിലെ പരസ്യമായിരിക്കും. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് ആർക്ക് കൊടുത്താലും കണക്ക് വെക്കണമെന്ന്. ഇനി നാളെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് വഴക്കുണ്ടാവും. നീ കണക്ക് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഓർക്കാൻ പോലും കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചവരെ ഞാൻ സ്നേഹം കൊണ്ടൊന്ന് വീർപ്പ് പൊട്ടിച്ച്. ഇതാരാ? നേരത്തെ ഇവിടെ താമസക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഞാനായിരുന്നു. പേര് ബാബു. നിന്റെ സ്നേഹത്തിന്റെ വീർപ്പ് മുട്ടൽ കാരണം ഞാനും എന്റെ മോളും കൂടെ കെട്ടിപ്പറക്കി പോയി കളഞ്ഞു വിടുന്നു. ജോസഫ് സാറിന്റെ വീടില്ലേ? മാപ്പ് നോക്കി കണ്ടുവിട്ടു. എന്റെ അമ്മയുടെ ബിരിയാണി തട്ടില്ല ഒന്ന് മാറിയേ. ഈ രംഗൻ ചേട്ടന്റെ വീട്? ആ രംഗസേട്ടൻ ഞാൻ. ചേട്ടനല്ല, ഞാനും പപ്പടം ഞാൻ ചുട്ട് കഴിച്ചോളാം. അതെ ചേട്ടാ, സലാഡ് വെച്ചാറല്ല ചേട്ടനുണ്ടായിരുന്നു ഇവിടെ. ഈ ഏരിയയിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? 10 ബിരിയാണിയായി. ഈ കാട്ടുകോഴികളൊക്കെ എങ്ങനെ അറിഞ്ഞു നിനക്ക് ബിരിയാണി ഇത്ര ഇഷ്ടമാണെന്ന്? ഓടണ്ട, ഈ ബിരിയാണി കഴിച്ച് മടുത്ത് ഇനി വല്ല ഫ്രൈഡ് റൈസോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും. ഇവന്മാരെല്ലാം കാട്ടുകോഴികൾ ഇങ്ങോട്ട് വന്നേ. ആ നമ്പരൊക്കെ 10 മണി കഴിഞ്ഞ് വിളിക്കാവൂ എന്ന് സ്നേഹം. അല്ല അങ്കിളെ, അങ്കിൾ അതിന് മുമ്പ് ഇവിടെ അല്ലല്ലോ താമസിച്ച, പിന്നെന്തിനാ കള്ളം പറഞ്ഞ? ഇനി മോളെയും മോളുടെ അമ്മയും നോക്കുക എന്നുള്ളത് എന്റെ ഈ ബിരിയാണി അമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ. ശരിക്കും പറയണം കേട്ടോ.